നമസ്തേ. ജീവിതത്തിൽ പല അവസരങ്ങളിൽ നമ്മളൊക്കെ അപമാനിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഒരു തവണയെങ്കിലും അപമാനം ഏറ്റുവാങ്ങാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ അത് സുഹൃത്തുക്കളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നോ അപരിചിതരിൽ നിന്നോ ഒക്കെ ആകാം. ഈ അപമാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചാകുന്ന സമയത്ത് വളരെയധികം വേദനാജനകമാകുന്നതായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. എന്തുകൊണ്ടാണ് പ്രപഞ്ചം നമ്മൾക്ക് ഇങ്ങനെ അപമാനിക്കപ്പെടാനായിട്ട് നമ്മളെ ഇട്ടുകൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് വന്നു ചേരുന്നത്? അതുപോലെ തന്നെ ഈ അപമാനിക്കുന്നവരുടെ പിന്നിലുള്ള മനഃശാസ്ത്രവും ആത്മീയപരമായിട്ടുള്ള കാരണങ്ങളും എന്തൊക്കെയാണ്? ആത്മീയമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ അപമാനത്തിനെ നേരിടാനായിട്ട് സാധിക്കുക? അല്ലെങ്കിൽ പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ഈ ഒരു അവസരം നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഒന്നാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങളെ അപമാനിക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് ഒന്ന് സഞ്ചരിക്കുക. അവരുടെ ആത്മാവ്, അവരുടെ മാനസിക അവസ്ഥ എന്താണ് എന്നുള്ളതൊന്ന് നിരീക്ഷിച്ചു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളെ അപമാനിച്ചുകൊണ്ട് അവർ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിന്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് അറിയുന്ന ആളുകളാണ് നിങ്ങളെ അപമാനിക്കുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അവർ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റുകളും അവരെ സംബന്ധിച്ചും ശരിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഒരു നുണയനായിട്ടോ കള്ളനായിട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി പരത്തുന്ന ഒരാളായിട്ടോ ഒരാൾ പ്രതിഷ്ഠിക്കുകയും ആ രീതിയിൽ അപമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയാളുടെ ഉള്ളിൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളെ അധിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചും ആ ഗുണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ അപമാനിക്കുന്ന സമയത്ത് മനസ്സിലാക്കുക, ഇറ്റ് ഈസ് ദെയർ ഓൺ റിഫ്ലക്ഷൻ. അവരുടെ റിഫ്ലക്ഷൻ ആണ്. ഞാൻ അതിനെ പേഴ്സണൽ ആയിട്ട് എടുക്കേണ്ട ഒരു ആവശ്യം തന്നെയില്ല. അത് എന്റെ സ്കിന്നിനടിയിലേക്ക് കൊണ്ടുവരേണ്ട യാതൊരു കാര്യവുമില്ല. അത് എന്നെ മലിനപ്പെടുത്തേണ്ടതായിട്ടുള്ള രീതിയിൽ ഞാൻ എടുത്ത് എന്റെ മനസ്സിൽ വെക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ഗുണങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമോ ഇല്ല. കാരണം ഇതെല്ലാം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ മറ്റുള്ളവരിലേക്ക് അവരോധിക്കുകയാണ്. അവരുടെ വ്യക്തിത്വത്തിന്റെ ആ ഒരു പിക്ചർ അവര് മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് അവരുടെ ക്യാരക്ടറാണ്. അതിനാൽ അപമാനത്തിനെ പേഴ്സണൽ ആയിട്ട് എടുക്കുകയേ ചെയ്യരുത്. അതുപോലെ തന്നെ ബെസ്റ്റ് റീപ്ലൈ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് സൈലൻസ് പാലിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ ഒരു ഓവറായിട്ടുള്ള ഇമോഷണൽ റിയാക്ഷൻ നടത്തുന്നതിന് പകരം ലോജിക്കലായിട്ട് അവർ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ഖണ്ഡിക്കാവുന്നതാണ്. പക്ഷെ എപ്പോഴും അത് വളരെ ശ്രമകരമാണ്. കാരണം ഇമോഷൻ അടിച്ചമർത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ നിന്നുകൊണ്ട് ലോജിക്ക് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ സമയങ്ങളിൽ പരമാവധി നിങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് ഇന്നത്തെ കലിയുഗത്തിൽ നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും മനസ്സിനും ഒക്കെ നല്ലതായിട്ട് വരുന്നതും മറ്റുള്ളവരെ ബാധിക്കാത്ത രീതിയിൽ ആ സാഹചര്യത്തിനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതും. ഇവിടെ നിങ്ങളെ ഇങ്ങനെ അപമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തോടു കൂടിയുള്ള ഒരു ബൗണ്ടറി നിങ്ങൾ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ദെയർ പ്രസൻസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംസാരങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തികട്ടി വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെ ഹീലിംഗ് ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് എപ്പോഴും ഒരു ഓവർ റിയാക്ഷൻ ഉണ്ടാകുന്നതിനേക്കാളും നല്ലതെന്ന് പറയുന്നത് ഒരു അകൽച്ച കീപ്പ് ചെയ്യുന്നത് തന്നെയാണ്. മനസ്സിലാക്കുക, എപ്പോഴും നിങ്ങളെ അപമാനിക്കുന്ന ആളുകൾ ബേസിക്കലി ദേ ആർ നോട്ട് ഹാപ്പി. അവർ സന്തോഷവാന്മാരല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് മറ്റുള്ളവരെ അപമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പുച്ഛിക്കുകയും അല്ലെങ്കിൽ അഹങ്കാരത്തോടു കൂടി തന്നേക്കാൾ കുറച്ച് കുറവുള്ള ആളെ കാണുകയൊക്കെ ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ ഞാൻ വലിയൊരാളാണ് എന്നുള്ള രീതിയിൽ മറ്റുള്ളവനെ കുറച്ച് കണ്ടുകൊണ്ട് അവനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ കാഴ്ചവെക്കുന്ന ആളുകളൊക്കെ ധർമ്മത്തിനെതിരെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ഇവർ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്ക് മറ്റുള്ളവരുടെ ഉള്ളിലെ ദൈവികതയെ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. കാരണം അവർ മറ്റുള്ളവരെ വെറും ഒബ്ജക്ട്സ്, വസ്തുക്കളായിട്ട് കാണുന്ന സമയത്ത് അവരുടെ ഉള്ളിലത്തെ സ്നേഹവും അവരുടെ ഉള്ളിലത്തെ മനുഷ്യനെയും മൂല്യത്തിനെയും ദൈവികതയും പോസിറ്റിവിറ്റിനെയും ഒന്നും ഇവർക്ക് കാണാൻ കഴിയുന്നില്ല. അല്ലാതെ ഇത് നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന നെഗറ്റിവിറ്റീസ് നിറഞ്ഞത് കൊണ്ടല്ല അങ്ങനെ സംഭവിക്കുന്നത്. അത് അവരുടെ ഒരു കുറവായിട്ട് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അനുകമ്പ, ദയ, നീതി ഈസ് ഈക്വൽ ടു ധർമ്മം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒരു സിമ്പിൾ സെൻസിൽ. അപ്പോ അനുകമ്പ, ദയ, നീതി ഈ കാര്യങ്ങൾ ഇല്ലാതെ വരുന്ന സമയത്ത് അവിടെ ദ്രോഹം ഉണ്ടാകുകയാണ്, അവിടെ അനീതി വളരുകയാണ്. ഈ ധർമ്മത്തിന്റെ കുറവ് വരുന്ന സമയത്താണ് ആളുകൾ മറ്റുള്ളവരെ അനീതി അല്ലെങ്കിൽ ദ്രോഹം ചെയ്യുന്നത്, അപമാനിക്കുന്നത്, ഡിസ്റെസ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ അപമാനിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ധർമ്മത്തിന്റെ വളരെ കുറവ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്പിരിച്വൽ ട്രഡീഷൻസിലേക്ക് നോക്കുന്ന സമയത്ത്, എസ്പെഷ്യലി നമ്മുടെ പ്രാചീന ഭാരതത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അത് പ്രാചീന കാലത്ത് മാത്രമല്ല, അന്നും ഇന്നും ഈ പറയുന്ന പ്രീ ഹിസ്റ്റോറിക് എറയുടെ മുൻപും ഈ പ്രസന്റ് മോഡേൺ കലിയുഗം എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിലും ഒക്കെ ധർമ്മം എന്ന് പറയുന്നത് വലിയൊരു മരുന്നാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട്
നമ്മുടെ പൂർവികരായിട്ടുള്ള ഋഷിവര്യന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യവും കൂടിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ അപമാനിക്കുന്നതിന്റെ മറ്റൊരു ഡീപ്പ് റൂട്ട് കാരണം അഹങ്കാരമാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു അഹങ്കാരത്തിനെ കുറിച്ച്. അഹങ്കാരം എന്ന് പറയുന്ന സമയത്ത് മറ്റുള്ളവൻ എന്നേക്കാൾ കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ തന്നേക്കാൾ കുറഞ്ഞവനാണെന്ന് തോന്നുന്നവന്റെ മുന്നിൽ താൻ വലിയൊരാളും അവന് കുറവുകളുണ്ട് എന്ന് പെർസീവ് ചെയ്യുകയാണ്. എവരിത്തിങ് ഈസ് പെർസെപ്ഷൻ. പക്ഷെ നമ്മളൊരു മനുഷ്യന്റെ ഔട്ടർ ലെയർ കണ്ടുകൊണ്ട് ഒരിക്കലും ഒരാളെ വിധിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു റിച്ച് ഹാർട്ട് മേ ബി അണ്ടർ എ പുവർ കോട്ട് എന്നാണ് പറയുന്നത്. ഒരു ദരിദ്രവും മുഷിഞ്ഞതുമായിട്ടുള്ള വസ്ത്രത്തിനടിയിലായിരിക്കും ചിലപ്പം ധനമുള്ള ഒരു ഹൃദയം ഉണ്ടാകുന്നത്. ധർമ്മം, സ്നേഹം, നീതി, ദയ, അനുകമ്പ തുടങ്ങിയ കാര്യങ്ങൾ എംപതൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള വ്യക്തി ഉണ്ടായിരിക്കുന്നത്. അവരായിരിക്കും ചിലപ്പോൾ ഒരു ആവശ്യ നേരത്ത് ഉപകാരത്തിലേക്ക് വരേണ്ടിയിരിക്കുന്ന ആളുകൾ. അപ്പൊ അഹങ്കാരം എന്ന് പറയുന്ന സംഗതി വന്നു കഴിയുന്ന സമയത്തും മറ്റുള്ളവരെ അധിക്ഷേപിക്കാനായിട്ട് ആൾക്കാർ തുനിഞ്ഞിറങ്ങുകയാണ്. പരസ്പര ബന്ധത്തെക്കുറിച്ചിട്ടുള്ള അജ്ഞത. ഈ ലോകത്ത് എല്ലാ സംഗതികളും കണക്റ്റഡ് ആണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. എല്ലാ മനുഷ്യനും ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ ബന്ധുക്കളാണ്. ഏത് നാട്ടിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ഭൗതികമായിട്ടുള്ള ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയിലെല്ലാം കണക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. വിസിബിൾ ആയിട്ടും ഇൻവിസിബിൾ ആയിട്ടുമുള്ള രീതിയിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് കണക്റ്റഡ് ആവുമ്പോൾ ഓൾ ഈസ് വൺ ആണ്. ഓൾ ഈസ് വൺ എന്ന് പറയുമ്പോൾ എല്ലാം സൃഷ്ടിച്ച ദൈവവും നാമും സകല ചരാചരങ്ങളും ഒന്നായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഈ വണ്ണസിൽ ഈ ദൈവികതയെ കാണാൻ പറ്റുന്നില്ല. ഈ ഇന്റർ കണക്റ്റഡ്നെസ്സിനെ, അതായത് ഈ പരസ്പര ബന്ധത്തെ തിരിച്ചറിയാൻ പറ്റാത്ത സമയത്ത് ആളുകൾ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിലേക്ക് പോകാറുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അധിക്ഷേപിക്കാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ നിങ്ങളെ അധിക്ഷേപിക്കുകയാണെങ്കിൽ അത് എന്നെ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വരുന്ന സമയത്താണ് ഞാൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അജ്ഞത മൂലം പവിത്രമായിട്ടുള്ള ബന്ധങ്ങളെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. മാതാവ്, പിതാവ്, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള രക്തബന്ധങ്ങളോ സുഹൃത്ത് ബന്ധങ്ങളോ ആയിട്ടുള്ള അവസ്ഥകൾ, ഗുരുശിഷ്യ ബന്ധങ്ങൾ, ഇതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നില്ല. ഇതിന്റെ പവിത്രത കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പവിത്രമായിട്ടുള്ള സ്ഥലങ്ങൾ, വിദ്യാലയങ്ങൾ, അധ്യാപകനെ വിദ്യാലയത്തിൽ മർദ്ദിക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആരാധനാലയങ്ങളിൽ പോലും അക്രമവും കള്ളത്തരവും നടത്തുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സ്ഥലങ്ങളിലെയും ഈ വ്യക്തികളിലെയും ഈ ബന്ധങ്ങളിലെയും ഒന്നും പവിത്രത ഒരുവന് കണ്ടു മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് അവൻ മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിലേക്ക് തിരിയും. അതുപോലെ തന്നെ മറ്റുള്ളവരിലെ വ്യത്യസ്തത കാണാനായിട്ട് കഴിയാത്ത ആളുകളും മറ്റുള്ളവരെ അധിക്ഷേപിക്കാറുണ്ട്. കാരണം തൻ്റെതുപോലെ അല്ലാത്ത വ്യത്യാസമുള്ള സ്വഭാവമുള്ള ഒരു വ്യക്തി, അവനെ കാണുന്ന സമയത്ത് ഇത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്നതിലേക്ക് ആളുകൾ നീങ്ങുന്നത്. അപ്പൊ ഈ അധിക്ഷേപങ്ങൾ നമുക്ക് ഒരുപാട് ഏറ്റുവാങ്ങേണ്ട വരുന്ന സമയത്ത് പ്രപഞ്ചം എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ട് എനിക്കിങ്ങനെ അപമാനങ്ങൾ വരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പല രീതിയിൽ അപമാനങ്ങൾ കിട്ടും. ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു തെറ്റും നിങ്ങളിലേക്ക് വരുന്ന അപമാനത്തിന് കാരണമായിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മളുടേതായിട്ടുള്ള തെറ്റെന്ന് പറയുമ്പോൾ നമ്മൾ സെൽഫ് റിഫ്ലക്ഷൻ നടത്തണം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇവാലുവേഷൻ, സ്പിരിച്വലി നമ്മൾ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഇവാലുവേഷൻ നടത്തി ഇനി എന്ത് സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ് എന്നിൽ കൊണ്ടുവരേണ്ടത്? യോഗയിലൂടെ എൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും ഞാൻ നിയന്ത്രണത്തിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ടോ? അല്ലെങ്കിൽ വ്യായാമം ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മറ്റു രീതിയിലുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടേണ്ടതായിട്ടുണ്ടോ? മെഡിറ്റേഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ടോ? സെൽഫ് റിഫ്ലക്ഷൻ, എൻ്റെ ഇതുവരെയുള്ള സ്പിരിച്വൽ പ്രാക്ടീസസിൽ എന്തെന്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു സ്പിരിച്വൽ ബീയിങ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഉയരങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി, റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് പ്രപഞ്ചം തരുന്നൊരു അവസരമാണ്. അതുപോലെ തന്നെ ഈ അപമാനം വരുന്ന സമയത്ത് നമ്മുടെ ഈഗോയിലാണ് ഏറ്റവും വലിയ ഹർട്ട് ഉണ്ടാകുന്നത്. ഞാനെന്നുള്ള എൻ്റെ ഭാവത്തിനെ ആ ഒരു ചില്ലുകൊട്ടാരത്തിലേക്കാണ് ഈ ഏറും അടിയും ഒക്കെ വരുന്നത്. അപ്പൊ ആ സമയത്ത് എൻ്റെ ഈഗോ അലിയിച്ചു കളയാനായിട്ടുള്ള സമയമായിട്ടുണ്ടോ? ഓരോ അപമാനം വരുന്ന സമയത്തും ദാറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, അതൊരു നിക്ഷേപമായിട്ടാണ് മാറുന്നത്. എൻ്റെ ഈഗോയിനെ അലിയിച്ചു കളഞ്ഞുകൊണ്ട് ക്രിസ്റ്റലൈസേഷൻ സംഭവിച്ചിട്ടുള്ള എൻ്റെ മനസ്സിന്റെ ഉള്ളിലെ മുറിവുകളാണ് വീണ്ടും വീണ്ടും അത് വ്രണപ്പെടുന്നത്. അപ്പൊ ഇതിനെയൊക്കെ ഹീലിംഗ് ചെയ്യാനായിട്ടും അഡ്രസ് ചെയ്യാനായിട്ടും ഞാനെന്നുള്ള ഭാവത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട് ഹ്യൂമിലിറ്റിയോടുകൂടി അല്ലെങ്കിൽ വിനയത്തോടുകൂടി മാറേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ പ്രപഞ്ചം നിങ്ങളെ കാണിച്ചു തരികയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സൽപ്പേരും കീർത്തിയും ഒന്നും സ്ഥിരമായിട്ടുള്ള ഒരു സംഭവമല്ല. ഇന്ന് പ്രസിദ്ധനായവൻ നാളെ പരാജയത്തിലേക്ക് ചിലപ്പോൾ പോയേക്കാം. അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ഭൗതികമായിട്ടുള്ള എന്ത് കാര്യവും, പണമായിക്കോട്ടെ, പ്രശസ്തി ആയിക്കോട്ടെ, സൗന്ദര്യമായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, എവറിത്തിങ് ഈസ് ഇംപെർമനന്റ് എന്നുള്ളത്, അല്ലെങ്കിൽ മാറ്റം മാത്രമാണ് സത്യമെന്നും യാഥാർത്ഥ്യമെന്നും ഒക്കെയുള്ള മെസ്സേജ് പ്രപഞ്ചം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ വികസിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ കുറിച്ചും സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വിശാലമായിട്ടുള്ള ഒരു വീക്ഷണത്തിലേക്ക് നമ്മൾ വളരുകയാണ്.
വൂണ്ടെന്ന് പറയുന്നത് പ്രകാശം കടന്നു വരാനുള്ള സുഷിരങ്ങളായിട്ടാണ് ആത്മീയതയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈച്ച് വൂണ്ട്സ് അല്ലെങ്കിൽ ഓരോ മുറിവുകളും എന്ന് പറയുന്നത് ജ്ഞാനോദയത്തിലേക്ക് വെളിച്ചം കൊണ്ടുവരുന്ന വഴിത്താരകളായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ ആന്തരികമായിട്ടുള്ള സമാധാനം ഈ പറയുന്ന ഡിസ്റെസ്പെക്റ്റിന്റെ ഏറ്റവും നല്ലൊരു മരുന്നാണ്. ആന്തരിക സമാധാനം എനിക്ക് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് എന്നെ അങ്ങനെ അഫക്റ്റ് ചെയ്യുകയില്ല. അഫക്റ്റ് ചെയ്താലും എനിക്കതിനെ പെട്ടെന്ന് ഹീൽ ചെയ്യാനും ഓവർകം ചെയ്യാനായിട്ടും സാധിക്കും. അപ്പൊ ആന്തരികമായിട്ടുള്ള സമാധാനം എന്ന് പറയുന്നത്, ആന്തരികമായിട്ട് സമാധാനം ഉണ്ടാകുമ്പോൾ അവിടെ ഈസ് ഈക്വൽ ടു നിങ്ങളുടെ ബിഹേവിയറിൽ കാംനെസ് ഉണ്ടാവുകയാണ്, ശാന്തത ഉണ്ടാവുകയാണ്, ക്ഷമയുണ്ടാവുകയാണ്. അപ്പൊ ആ കാര്യങ്ങൾ എന്നിൽ എത്രമാത്രം ഉണ്ട്, എന്നിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ, ഇതൊക്കെ അപമാനിക്കപ്പെടുന്ന സമയത്ത് മെഡിറ്റേറ്റ് ചെയ്ത് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുക. ആന്തരിക സമാധാനമുള്ള ആളുകളിൽ ക്ഷമ വളരെയധികം ഉണ്ടായിരിക്കും. അപ്പം ഇങ്ങനെ ആളുകൾ നിങ്ങളോട് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുന്ന സമയത്ത്, അപമാനിക്കുന്ന സമയത്ത് ഈ ക്ഷമയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർ റിയാക്ട് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ക്ഷമിച്ചിട്ടും നിങ്ങൾക്ക് രക്ഷയില്ലെങ്കിൽ സ്നേഹത്തോടെയുള്ള അതിർവരമ്പുകൾ നിങ്ങൾക്ക് അവിടെ സ്ഥാപിക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ പരമാവധി റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്ന സമയത്ത് അപമാനിച്ചയാൾ ആകാശത്തിലെ അമ്പിളിയമ്മാവിനെ നോക്കി കുരയ്ക്കുന്ന ഒരു പട്ടിയെ പോലെ എടുത്തു ചാടി കുരച്ചുകൊണ്ട് സ്വയം ഇളിഭ്യനായിട്ട് മാറുന്ന ഒരു അവസ്ഥയും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. കാരണം പ്രതികാരം സൃഷ്ടാവിൻ്റെതാണ്. അത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം അവിടെ ഇല്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, ഈ അപമാനം കിട്ടുന്ന സമയത്ത് ഒരു നെഗറ്റിവിറ്റിയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ ഈ നെഗറ്റീവായിട്ടുള്ള അവസ്ഥകൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് എത്രമാത്രം പോസിറ്റിവിറ്റി കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപമാനിക്കുന്നതിന് പകരം എനിക്ക് എവിടുന്നൊക്കെ റെസ്പെക്റ്റ് കിട്ടിയിരിക്കുന്നു, എനിക്ക് അർഹതപ്പെടാത്തതായിട്ടുള്ള അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും ഈഗോയിസ്റ്റിക് ആയിട്ട് ഞാൻ നിന്നതുകൊണ്ടും എനിക്ക് അവിടെ പതനങ്ങൾ ഉണ്ടാകാതെ പ്രപഞ്ചം അത് ക്ഷമിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്, എനിക്കുള്ളതിന് ഞാൻ നന്ദി പറയുന്ന സമയത്ത് ഈ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ നന്ദി പറയുക എന്ന് പറയുന്ന സംഹിത ഒരു കാന്തത്തിനെ പോലെ നിങ്ങളിലേക്ക് പ്രപഞ്ചത്തിൽ നിന്ന് സമൃദ്ധിയെ ആകർഷിച്ചു കൊണ്ടുവരികയാണ്. പ്രപഞ്ചം ഉള്ളവന് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ബിക്കോസ് നമ്മൾ അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നു. പ്രപഞ്ചത്തിനോട് നമ്മൾ നന്ദി പറയുകയാണ്. എനിക്ക് ഈ വക കാര്യങ്ങൾ തന്നതിന് നന്ദി. പ്രപഞ്ചം വീണ്ടും അത് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫൈനലായിട്ട് എല്ലാത്തിലും പറയുന്നത് പോലെ തന്നെ ഈ അപമാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതികാരം എന്ന് പറയുന്നത്, നിങ്ങളുടെ കർമ്മം കണ്ടെത്തുകയും അതിൽ ഫോക്കസ് ചെയ്യുകയും, ഫോക്കസിങ് ഓൺ യുവർ ഓൺ ആക്ഷൻസ് എന്നുള്ള കാര്യവും കൂടിയാണ്. സ്വന്തം കർമ്മം ചെയ്തുകൊണ്ട് നിങ്ങൾ വിജയത്തിലേക്കും പ്രശസ്തിയിലേക്കും സമൃദ്ധിയിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള, ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള, ഓണസ്റ്റ് ആയിട്ടുള്ള കർമ്മത്തിന് പ്രപഞ്ചം ഇരട്ടിയിലധികമായിട്ടുള്ള പ്രതിഫലം എപ്പോഴും നൽകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ടും നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കർമ്മം എന്താണെന്നുള്ളത് കണ്ടെത്തി അത് ചെയ്തുകൊണ്ടും, എങ്ങനെ കർമ്മം കണ്ടെത്താമെന്നൊക്കെ ഉള്ളത് മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടുള്ള അറിവുകൾ സംഭരിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിന്റെയും മെറ്റീരിയലിസത്തിന്റെയും ഒക്കെ അതിഭാവുകങ്ങൾ നിറഞ്ഞതായിട്ടുള്ള കപടമായിട്ടുള്ള ലോകത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ മക്കളായിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമസ്തേ.